ഇന്നലെയാണ് പെറ്റമ്മയെ മകൻ കൊലപ്പെടുത്തിയത്. മയക്കുമരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിലുള്ള വൈരാഗ്യത്തിലായിരുന്നു ഗീതമ്മയെ മകൻ ക്രിസ്റ്റി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ കേളകം കൊളക്കാട് താന്നിക്കുന്നിലെ മടത്തിപ്പറമ്പിൽ തങ്കച്ചന്റെ ഭാര്യ ഗീതമ്മയാണ് മകൻ ക്രിസ്റ്റിയുടെ ക്രൂരതയ്ക്ക് ഇരയായത്. 25 വയസ്സാണ് ക്രിസ്റ്റിക്ക്. നാടിന്റെ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകയും മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗവുമായ ഗീതമ്മയുടെ വിയോഗം കോളക്കാട് ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ലഹരിയുടെ കരാളഹസ്തങ്ങൾ അങ്ങനെ ഒരു കുടുംബത്തെ കൂടി തകർത്തെറിയുകയായിരുന്നു. എന്നെ ഇങ്ങനെയാക്കിയത് വീട്ടുകാരാണ്. അമ്മയെ കഴുത്തറുത്ത് കൊന്ന യുവാവ് അയൽവാസിയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കേളകം കൊളക്കാടിൽ അമ്മയെ കഴുത്തറുത്ത് കൊന്ന ക്രിസ്റ്റിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെ അയൽവാസിയായ KV നിപുനോട് ഇക്കാര്യം പറഞ്ഞത്. രാത്രി 10 മണിയോടെ വലിയ ബഹളം കേട്ടാണ് വീട്ടിലേക്ക് ചെന്നതെന്ന് നിപുൻ പറഞ്ഞു. ക്രിസ്റ്റിയെ കൂടാതെ മറ്റു 2 പേർ വീട്ടിലുണ്ടായിരുന്നു. ഗീതമ്മയുടെ സഹോദരന്മാർ ആണെന്നാണ് പറഞ്ഞത്. ഇവരും ക്രിസ്റ്റിയും തമ്മിൽ വാക്കുതർക്കം നടക്കുകയായിരുന്നു. പിടിച്ചു മാറ്റുമ്പോഴാണ് പെങ്ങളെ കൊന്നുവെന്ന് ഇവരിൽ ഒരാൾ പറഞ്ഞത്. അകത്തു കയറി നോക്കുമ്പോൾ ഗീതമ്മ കിടക്കയിൽ ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. നിപുൺ പറഞ്ഞു. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി ഞാൻ ഉടൻ തന്നെ കാറെടുത്തു വന്നു. സഹോദരന്മാരോട് പിടിക്കാൻ പറഞ്ഞെങ്കിലും അവർ തളർന്ന നിലയിലായിരുന്നു. തുടർന്ന് അയൽവാസിയായ ദിലീപിനെ വിളിച്ചു വരുത്തി. ദിലീപ് എത്തിയാണ് പോലീസിനെയും ആംബുലൻസിനെയും വിളിച്ചത്. ഇതിനിടെ ക്രിസ്റ്റി ഇറങ്ങി പുറത്തേക്ക് പോയി. പിന്നാലെ ഞാനും പോയി. അപ്പനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്റ്റി പോയത്. അതിനുശേഷമാണ് ക്രിസ്റ്റിയെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്, നിപുൺ പറഞ്ഞു. എന്തായാലും ഗീതമ്മയുടെ ദാരുണമായ അന്ത്യത്തോടെ മികച്ചൊരു പൊതുപ്രവർത്തകയാണ് പേരാവൂർ മണ്ഡലത്തിന് നഷ്ടമായത്. മഹിളാ മോർച്ചയുടെയും BJPയുടെയും മലയോരത്തെ സജീവ മുഖമായിരുന്നു ഗീതമ്മ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി പൈലി വാധ്യാട്ടിനായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. കൊളക്കാട് മൊണാലിസ എന്ന പേരിൽ ബ്യൂട്ടി പാർലറും തയ്യൽ കടയും നടത്തിയിരുന്ന ഗീതമ്മ നല്ല ഇടപെടലിലൂടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറി. പേരാവൂർ DYSP ചന്ദ്രമോഹൻ, കേളകം SHO ഇതിഹാസ് താഹ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. ലഹരി ഉപയോഗിക്കാൻ പണം നൽകാത്തതിലെ പക തന്നെയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിയായ ക്രിസ്റ്റിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി. ലഹരി വിപത്ത് ഒരു ഗ്രാമത്തിന്റെ ആകെ സമാധാനം കെടുത്തിയതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ കൊളക്കാട് ഗ്രാമം. ക്രിസ്റ്റിക്ക് ഒരു സഹോദരി കൂടിയുണ്ട്.